സാന്താൾ കലാപം നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണ്. കലാപം 1855 ആരംഭിച്ചു. 1855 സാന്താൾ ജനത ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട അനീതികൾക്കെതിരെ കലാപങ്ങൾ ആരംഭിക്കുകയും സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിക്കുകയും ഈ കലാപത്തെ പൂർണ്ണമായി തന്നെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തു. മുണ്ട കലാപം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് നടന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഉൽഗുലാൻ കലാപം. വലിയ കോലാഹലം അഥവാ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. മുണ്ട കലാപത്തിൻ്റെ കാരണങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. 1899 മുണ്ട ഗോത്രവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചത്. 1900 ബിർസ മുണ്ട തടവിലാവുകയും ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മുണ്ട കലാപത്തെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഇനി ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ഗോത്ര അഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികർ. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം റാഞ്ചി, ജാർഖണ്ഡ്.